Theorem 24.3 Rees representation theorem. Let H be a Hilbert space and F element of H dash. Then there is a unique y in H such that f of x equals inner product x comma y for all x element of H. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. റീസ് റെപ്രസെൻറ്റേഷൻ തിയറം എന്നാണ് അറിയപ്പെടുന്നത്. എച്ച് എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. എച്ചിൽ നിന്ന് കെയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണലാണ് എഫ്. എഫ് ഈസ് എ കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ഫ്രം എച്ച് ടു കെ എന്ന് വെച്ചാൽ എഫ് ഈസ് ആൻ എലമെന്റ് ഓഫ് ദ ഡ്യുവൽ സ്പേസ് ഓഫ് എച്ച്, എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്. അങ്ങനെ എച്ച് ഡാഷിൽ നിന്ന് ഒരു എഫ് എടുത്തു കഴിഞ്ഞാൽ ആ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചിനകത്ത് ഒരു യുണീക്ക് വൈ എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് എ യുണീക്ക് വൈ ഇൻ എച്ച് സാറ്റിസ്ഫൈങ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഈ വൈയെ എഫിന്റെ റെപ്രസെന്റർ എന്ന് വിളിക്കുന്നു. റെപ്രസെന്റർ ഓഫ് എഫ് ഇൻ എച്ച് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എഫ് മാറുന്നതിനനുസരിച്ച് ഈ വൈ മാറും. ഒരു എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വൈ എക്സിസ്റ്റ് ചെയ്യും. ആ യുണീക്ക് വൈയെ എഫിന്റെ എച്ചിലെ റെപ്രസെന്റർ എന്നറിയപ്പെടുന്നു. അതിനെ നമ്മൾ വൈ സഫിക്സ് എഫ് എന്ന് ആ വൈയെ ഡിനോട്ട് ചെയ്യും. അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റർ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് വൈ എന്ന് എഴുതാതെ വൈ സഫിക്സ് എഫ് എന്നായിരിക്കും പിന്നീട് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. തിയറം പറയുന്ന ഇതാണ്: ഏതൊരു കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണലിനും ഒരു ഹിൽബർട്ട് സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതൊരു കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണൽ എഫ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വൈ എച്ചിനകത്ത് എക്സിസ്റ്റ് ചെയ്യും such that f of x is equal to inner product xy for all x element of h. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. Case 1, if f is identically 0, നമ്മൾ ഈ എടുത്ത f എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷനിലാണെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിനെയും എഫ് മാപ്പ് ചെയ്യുന്നത് സീറോയിലേക്കാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് എന്നർത്ഥം. ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 0 വി ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫിന്റെ റെപ്രസെന്റർ ആയിട്ട് നമുക്ക് വൈ ഈക്വൽ 0 എടുക്കാവുന്നതാണ്. സീറോയെ റെപ്രസെന്റർ ആയിട്ട് എടുക്കാവുന്നതാണ്. വി ലെറ്റ് വൈ ഈക്വൽ 0. then f of x equals 0. f of x 0 ആയിരിക്കും ഫോർ ഓൾ എക്സിൽ. കാരണം എഫ് എന്ന് പറയുന്നത് 0 ആണ്. എഫ് എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷനല്ല. സീറോ ഫംഗ്ഷനിൽ എല്ലാ എക്സിനെയും മാപ്പ് ചെയ്യുന്നത് സീറോയിലേക്കായിരിക്കും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഓൾസോ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ. കാരണം എന്താ, വൈ എന്ന് പറയുന്നത് നമ്മൾ 0 എന്ന് എടുത്തത്. ഒരു ഇന്നർ പ്രോഡക്റ്റിലെ ഒരു കമ്പോണന്റ്, ഒരു വേരിയബിൾ 0 ആണെങ്കിൽ ആ ഇന്നർ പ്രോഡക്റ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. എക്സ് കോമ 0 എന്നാണ് ഇത്. ഇന്നർ പ്രോഡക്റ്റ് എക്സ് 0 എന്ന് പറയുന്നതും 0 ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ്. എച്ചിൽ നിന്ന് ഏത് എക്സ് എടുത്താലും എഫ് ഓഫ് എക്സിന്റെ വില 0 ആയിരിക്കും. കാരണം എഫ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട്. അതേപോലെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ 0 ആയിരിക്കും. കാരണം വൈ എന്ന് പറയുന്നത് നമ്മൾ 0 എന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് ആകുന്നു. അപ്പൊ നമ്മളിവിടെ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ആ വൈയുടെ എക്സിസ്റ്റൻസ് ആണ്. യുണീക്നെസ് പിന്നീട് പ്രൂവ് ചെയ്യും. ഒരു വൈ എക്സിസ്റ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. ഇവിടെ കേസ് 1 എഫ് 0 ആകുന്ന കേസാണ് ചെയ്തത്. എഫ് 0 ആകുന്ന കേസിൽ അതിന്റെ റെപ്രസെന്റർ ആയിട്ട് വരുന്നത് എച്ചിനകത്തെ 0 വെക്ടർ തന്നെയാണ്. അപ്പൊ അവിടെ വൈ എന്ന് പറയുന്നത് 0 ആണ്. എഫിന്റെ റെപ്രസെന്റർ എന്ന് പറയുന്നത് 0 ആണ്. കേസ് 1 ഇത്രയേ ഉള്ളൂ എന്റെ പ്രൂഫ്. മെയിൻ പ്രൂഫ് കേസ് 2 കേസ് 2 assume that f not equal to 0. എഫ് 0 ഫംഗ്ഷണൽ അല്ല എന്ന് പറയുമ്പോൾ then there exists some x in h such that f of x not equal to 0. എഫ് എന്ന് പറയുന്നത് 0 ഫംഗ്ഷണൽ അല്ല എന്ന് പറയുമ്പോൾ എല്ലാ എക്സുകളെയും എഫ് 0യിലേക്ക് മാപ്പ് ചെയ്യത്തില്ല. എഫ് 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകൾ ഉണ്ടാവാം, അല്ലാത്ത എക്സുകളും തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ എക്സിനെയും 0യിലേക്ക് മാപ്പ് ചെയ്താൽ അത് 0 ഫംഗ്ഷനിലാകും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 0 ഫംഗ്ഷനിൽ അല്ല എന്നാണ് എടുത്തേക്കുന്നത്. സോ there is some x in h such that f of x not equal to 0. Therefore
the zero space of f. F in the zero space. Zero space എന്ന് പറഞ്ഞാൽ എന്താ? The collection of all x in H such that f of x equals 0. f എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഏതൊക്കെ എക്സുകളെയാണോ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നത് ആ എക്സുകളുടെ കളക്ഷൻ ആണ് z of f എന്ന് പറയുന്നത്. ആ z of f എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു h ആയിരിക്കും. കാരണം സീറോയിലേക്ക് മാപ്പ് ചെയ്യാത്ത എക്സുകൾ എച്ചിനകത്തുണ്ടാകും. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന എക്സുകളുണ്ട്. അങ്ങനെയുള്ള എക്സുകൾ ഈ സെറ്റിനകത്ത് വരത്തില്ല, സെഡ് ഓഫ് എഫിനകത്ത് വരത്തില്ല. കാരണം സെഡ് ഓഫ് എഫിൽ വരുന്നത് എഫ് ഓഫ് എക്സ് സീറോ ആകുന്ന എക്സുകൾ മാത്രമാണ്. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആകുന്ന എക്സുകൾ ഉള്ളത് കൊണ്ട് സെഡ് ഓഫ് എഫ് എന്ന് പറയുന്നത് എച്ചിനോട് ഈക്വൽ ആയിരിക്കത്തില്ല. എച്ചിനകത്തെ എല്ലാ എലമെന്റും സെഡ് ഓഫ് എഫിലേക്ക് പോവുകയില്ല. സോ സെഡ് ഓഫ് എഫ്, ദ സീറോ സ്പേസ് ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എച്ച്. We know that Z of f is a closed subspace of H. മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സീറോ സ്പേസ് എന്ന് പറയുന്നത് is a closed subspace. Zero space of a linear map is a closed subspace of the domain. Is a closed subspace of ഇവിടെ f ന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് H ആണ്. Z of f is a closed subspace of H. Hence, by projection theorem, എന്താ പ്രൊജക്ഷൻ തിയറം പറയുന്നത്? എച്ച് എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസും അതിന്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എഫും എങ്കിൽ എച്ചിനെ എഫിന്റെയും അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെയും സമ്മായിട്ട് എഴുതാം എന്നുള്ളതാണ് പ്രൊജക്ഷൻ തിയറം പറയുന്നത്. എ വെരി ഹിൽബർട്ട് സ്പേസ് എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ദ സം ഓഫ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എച്ച് ആൻഡ് ഇറ്റ്സ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. ഇവിടെ നമുക്ക് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് കിട്ടിയിട്ടുണ്ട് Z ഓഫ് എഫ്. അപ്പോൾ പ്രൊജക്ഷൻ തിയറം പ്രകാരം എച്ചിനെ Z ഓഫ് എഫിന്റെയും അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന്റെയും സമ്മായിട്ട് എഴുതാം. സിൻസ് Z ഓഫ് എഫ് ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് H, by projection theorem we can write H is equal to Z of f plus Z of f കോംപ്ലിമെന്റ്, ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. ഇവിടെ നമുക്ക് Z ഓഫ് എഫ് എന്ന് പറയുന്നത് എച്ചിനോട് ഈക്വൽ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Z ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു H. സിൻസ് Z ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു H, the above equation implies that Z of f orthogonal complement is not equal to 0. Z ഓഫ് എഫിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെറ്റ് സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കില്ല. Z ഓഫ് എഫിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് സെറ്റ് സീറോയ്ക്ക് ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൊജക്ഷൻ തിയറം അനുസരിച്ച് H എന്ന് പറയുന്നത് Z ഓഫ് എഫ് പ്ലസ് ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് Z ഓഫ് എഫ്. അത് സെറ്റ് സീറോ ആയാൽ എന്ത് സംഭവിക്കും? Z ഓഫ് എഫും സെറ്റ് സീറോയും കൂടെ ആഡ് ചെയ്താൽ Z ഓഫ് എഫ് തന്നെ കിട്ടത്തുള്ളൂ. രണ്ട് സെറ്റുകളുടെ സം എന്ന് പറയുന്നത് അവരുടെ എലമെന്റുകൾ തമ്മിലുള്ള ഓൾ പോസിബിൾ സംസാ. Z ഓഫ് എഫിലെ ഓരോ എലമെന്റിനോട് നമ്മൾ സീറോ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സെറ്റ് അത് Z ഓഫ് എഫ് തന്നെയാണ്. Z ഓഫ് എഫ് ഒരു സബ്സ്പേസ്, അതിലെ എലമെന്റുകളോട് സീറോ ആഡ് ചെയ്താൽ അതിലെ എലമെന്റുകൾ തന്നെ സെയിം എലമെന്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ. Z ഓഫ് എഫിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് സെറ്റ് സീറോ ആയാൽ Z ഓഫ് എഫ് പ്ലസ് സെറ്റ് സീറോ എന്ന് പറയുന്നത് Z ഓഫ് എഫ് തന്നെ ആവും. അപ്പോൾ H is equal to Z ഓഫ് എഫ് എന്ന് വരും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു H നോട്ട് ഈക്വൽ ടു Z ഓഫ് എഫ് ആണ്. Z ഓഫ് എഫും എച്ചും ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് Z ഓഫ് എഫിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിന് സെറ്റ് സീറോയോട് ഈക്വൽ ആകാൻ പറ്റില്ല. സോ ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് Z ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു 0, സെറ്റ് സീറോ. അപ്പോൾ സെറ്റ് സീറോയുടെ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സീറോ അല്ലാത്ത എലമെന്റുകൾ ഉണ്ടാവും. Z ഓഫ് എഫിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിനകത്ത് നോൺ സീറോ എലമെന്റുകൾ ഉണ്ടാവും. Hence, there is some non-zero Z in orthogonal complement of Z of f. Since the orthogonal complement of Z of f is not equal to set 0, there is some non-zero vector in this set. അത് നമ്മൾ Z എന്ന് എടുത്തേക്കുന്നു. There is some non-zero Z in orthogonal complement of Z of f. ഇതേപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് Z of f എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ സ്പേസ് ആണെന്ന്.
സിൻസ് z of f is a hyperspace. എന്താ ഹൈപ്പർസ്പേസ് എന്ന് പറഞ്ഞാൽ? മാക്സിമൽ സബ്സ്പേസ്. മാക്സിമൽ സബ്സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർസ്പേസ്. അതിൻ്റെ കൂടെ, ആ സബ്സ്പേസിൻ്റെ കൂടെ, z of f ഇവിടുത്തെ സബ്സ്പേസ്, ഈ സബ്സ്പേസിൻ്റെ കൂടെ ഇതിലില്ലാത്തൊരു എലമെന്റ് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന z എന്ന് പറയുന്നത്. z എന്ന് പറയുന്നത് ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ എലമെന്റാണ്. സെറ്റിനും ഓർത്തോഗണൽ കോംപ്ലിമെന്റിനും കൂടെ കോമൺ ആയിട്ട് 0 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ z നോൺ സീറോയാ. അപ്പൊ z ഓർത്തോഗണൽ കോംപ്ലിമെന്റിലുള്ള സ്ഥിതിക്ക് ഈ z-ന് z of f-ലെ മെമ്പർ ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഈ z of f-ന്റെയും സിംഗിൾട്ടൺ സെറ്റ് z-ന്റെയും യൂണിയൻ എടുത്തിട്ട് അതിന്റെ സ്പാൻ എടുത്താൽ ഈ സ്പാൻ എന്ന് പറയുന്നത് h-നോട് ഈക്വൽ ആയിരിക്കും. ഹൈപ്പർ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമൽ സബ്സ്പേസ് ആണ്. അതിൻ്റെ കൂടെ ഒരാളിനെയും കൂടെ, അതിലില്ലാത്ത ഒരാളിനെയും കൂടെ ചേർത്ത് അതിന്റെ സ്പാനിങ് സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് h ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും z of f-നെ മാക്സിമൽ സബ്സ്പേസ് എന്ന് പറയും. അങ്ങനെയുള്ള മാക്സിമൽ സബ്സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ സ്പേസ്. z of f-ന് ആ പ്രോപ്പർട്ടി ഉണ്ട്. z of f ഒരു ഹൈപ്പർ സ്പേസ് ആണ്. അപ്പൊ അതുകൊണ്ട് z of f-ന്റെയും സെറ്റ് z-ന്റെയും യൂണിയന്റെ സ്പാൻ എന്ന് പറയുന്നത് h ആയിരിക്കും. അതുകൊണ്ട് h-ൽ നിന്ന് നമ്മൾ ഏത് എലമെന്റ് എടുത്താലും, h-ൽ നിന്ന് നമ്മൾ ഒരു x എടുത്തു കഴിഞ്ഞാൽ ആ x-നെ z of f-ലെ ഒരു എലമെന്റിന്റെയും, z of f-ലെ ഒരു w എന്നൊരു എലമെന്റിന്റെയും, സെറ്റ് z-ലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ z മാത്രം, ഇവരുടെ ലിനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും x-നെ. സോ x ക്യാൻ ബി റിട്ടൺ ആസ്, ഞാൻ ഇവിടുന്ന് ഒരു x ഫിക്സ് ചെയ്യുന്നു. let x element of h, since z of f is a hyperspace, this x can be written as x is equal to some k dash into w plus some k into z. Z ഇന്റെയും w ഇന്റെയും linear combination, where w is an element of z of f. ഈ k dash into w എന്ന് പറയുന്നത് again z of f-ലെ എലമെന്റ് ആണ്. കാരണം z of f എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണ്. ഒരു ലിനിയർ സ്പേസിലെ എലമെന്റുകളുടെ മൾട്ടിപ്പിൾസ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ k dash w എന്ന് പറയുന്നത് വീണ്ടും z of f-ലെ എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് k dash w എന്ന് എടുക്കേണ്ട കാര്യമില്ല, z of f-ലെ എലമെന്റ് തന്നെയാണ്. ആയതുകൊണ്ട് അതിനെ നമുക്ക് w എന്ന് തന്നെ വിളിച്ചാൽ മതി, സം w in z of f. സോ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ്? Since z of f is a hyperspace, this x can be written as w plus k into z for some w element of z of f and some k element of capital K. Then consider inner product x comma z. Inner product x comma z is equal to inner product w plus kz comma z. ഇത് എക്സ്പാൻഡ് ചെയ്താൽ inner product wz plus k into inner product zz. inner product ഫസ്റ്റ് വേരിയബിളിൽ ലീനിയർ ആണ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, which is equal to നമ്മളുടെ w എന്ന് പറയുന്നത് z of f-ലെ എലമെന്റ് ആണ്. z എന്ന് പറയുന്നത് z of f-ന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെ എലമെന്റ് ആണ്. ഒരു സെറ്റിന്റെയും അതിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റിലെയും എലമെന്റുകൾ തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പോൾ ഈ wz എന്ന് പറയുന്ന ഇന്നർ പ്രോഡക്റ്റ് 0 ആയി പോകും. 0 പ്ലസ് k ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് z ന് കിട്ടും. That is equal to k into inner product zz. So this implies k is equal to inner product xz divided by inner product zz. Inner product zz not equal to 0 യാ, കാരണം z not equal to 0 എന്ന് നമുക്കറിയാം. അടുത്തത് നമുക്ക് ഈ f of x എന്താന്ന് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f of x is equal to inner product xy for all x element of h ആകുന്ന രീതിയിൽ ഒരു y ഉണ്ടെന്നാണ്. So now consider f of x. f of x is equal to f of x എന്ന് പറയുന്നത് w plus kz ആണ്. x is equal to w plus kz. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. f ഒരു
കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആണ്. എഫിന്റെ ലീനിയാരിറ്റി വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എഫ് ഓഫ് ഡബ്ല്യു പ്ലസ് കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. ഡബ്ല്യു എന്ന് പറയുന്നത് എഫിന്റെ സീറോ സ്പേസിലെ മെമ്പറാണ്, ഇസഡ് ഓഫ് എഫിലെ മെമ്പറാണ്. ഇസഡ് ഓഫ് എഫിൽ വരുന്നത് ആരാ? എഫ് ഏതൊക്കെ എലമെന്റുകളെയാണോ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നത് അവരുടെ കളക്ഷൻ ഇസഡ് ഓഫ് എഫ്. അപ്പൊ ഇസഡ് ഓഫ് എഫിലെ എലമെന്റ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 ആണ് ഇസഡ് ഓഫ് എഫിന്റെ ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ഇവിടെ ഞാൻ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കെ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. കെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്നുള്ളത് ഇത് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ എഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് ഇതൊരു സ്കെയിലാറാ. ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കെയിലാറാ. എഫ് ഓഫ് ഇസഡ് എഫ് എച്ചിൽ നിന്ന് കെയിലേക്കുള്ള ലീനിയർ ഫംഗ്ഷണൽ ആണ്. അപ്പൊ എഫ് ഓഫ് ഇസഡും കെയിലെ എലമെന്റാണ്. ഇതൊരു സ്കെയിലാറാണ്. ഈ സ്കെയിലാറിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഇൻറ്റു ആൽഫ എന്നാണ്. ആ ആൽഫയെ അകത്തോട്ട് കൊണ്ടുപോകാം, ഫസ്റ്റ് വേരിയബിളിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സെക്കൻഡ് വേരിയബിളിലോട്ട് കൊണ്ടുപോകാം. സെക്കൻഡ് വേരിയബിളിലോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് മാറും. എക്സ് ഇസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ആൽഫ ബാർ ഇസഡ് എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഈ രീതിയിൽ ഇവിടെ എഴുതാൻ പോവാണ്. ഇവിടെ ഞാൻ ആൽഫ എന്ന് വിളിച്ചത് എഫ് ഓഫ് ഇസഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡിനെയാണ്. അതിനെ ഈ ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡിന്റെ സെക്കൻഡ് വേരിയബിളിലോട്ട് ആ സ്കെയിലാറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് വേരിയബിളിലെ കോൺജുഗേറ്റ് ലീനിയാരിറ്റി വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം: ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എഫ് ഓഫ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡിന്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. തിരിച്ചു പറഞ്ഞാലും ഇസഡ് ഇസഡ് തന്നെ ആണല്ലോ. ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈയുടെ കോൺജുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് വൈ ഇസഡ് എന്നാ. എക്സ് ഇസഡ് ഇസഡിന്റെ ഇസഡ് ഇസഡ് തന്നെയാണ് ഇൻറ്റു ഇസഡ്. അപ്പൊ നമ്മളിവിടെ ചെയ്തത് ഈ പുറത്തുള്ള ഈ സ്കെയിലാറിനെ ഇതിനൊരു ആൽഫയായിട്ട് കാണുക, ആൽഫയെ ഇസഡിലേക്ക് കൊണ്ടുപോയി ആൽഫ ബാറിന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ വേരിയബിളിനെ വൈ എന്ന് അങ്ങ് വിളിക്കുന്നു. വെയർ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് ഇൻറ്റു ഇസഡ്. ക്ലിയർലി ദിസ് ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച്. ഇത് എച്ചിനകത്തെ എലമെന്റ് ആണ്. സെഡ് എന്ന വെക്ടറിന്റെ ഒരു സ്കെലാർ മൾട്ടിപ്പിളാ. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്പേസ് എച്ചിനകത്തെ എലമെന്റ്, ഇസഡ് എച്ചിനകത്തുള്ള ആളാണ്. സെഡ് ഓഫ് എഫിലും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് സെഡ് ഓഫ് എഫിലും ഒക്കെ ഉള്ളവരെല്ലാം എച്ചിലെ എലമെന്റ്സ് ആണ്. എച്ച് ആണ് ഹോൾ സ്പേസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് കിട്ടി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. നമ്മൾ എക്സ് ഈസ് എനി എലമെന്റ് ഇൻ എച്ച് എന്ന് അവിടെ എടുത്തത്. ലെറ്റ് എക്സ് ബി എനി എലമെന്റ് ഇൻ എച്ച് എന്ന് എടുത്ത് തുടങ്ങിയതാ. അവസാനം കിട്ടി അതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈക്ക് തുല്യമാണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. അവിടെ വൈ ആയിട്ട് നമുക്ക് കിട്ടിയത് റെപ്രസെന്റർ ആയിട്ട് കിട്ടിയ ആള് എഫ് ഓഫ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ ഇന്നർ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് ഇൻറ്റു ഇസഡ് എന്ന ആളിനെയാണ് റെപ്രസെന്റർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ വൈയുടെ എക്സിസ്റ്റൻസ് രണ്ട് കേസിലും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ വൈ യുണീക്കാന്ന് കാണിക്കാം. വേറൊരു വൈ കൂടി ഉണ്ടെന്നിരിക്കട്ടെ, ഇതേ പ്രോപ്പർട്ടിയോടുകൂടി. ലെറ്റ് y1 എലമെന്റ് ഓഫ് എച്ച് be such that f of x equals inner product x comma y1 for all x element of h. അപ്പോൾ നമുക്ക് y യുണീക്ക് ആണെന്ന് കാണിക്കണമെങ്കിൽ y-ഉം y1-ഉം ഈക്വൽ ആണെന്ന് കാണിക്കണം. ഓൾറെഡി നമുക്കൊരു y കിട്ടി ഈ പ്രോപ്പർട്ടിയോട് കൂടി. ആ y യുണീക്ക് ആണെന്ന് കിട്ടാൻ ഇതേ പ്രോപ്പർട്ടി ഉള്ള മറ്റൊരു y ഉണ്ട്, y1 ഉണ്ടെന്നിരിക്കട്ടെ. ആ യുണീക്ക്നെസ് കാണിക്കാൻ we have to prove that y is equal to y1. അതിനുവേണ്ടി fix x is equal to y minus y1. Fix x is equal to y minus y1. നമ്മൾ ഈ എഴുതിയേക്കുന്ന കണ്ടീഷൻസ് ഇത് എവരി എക്സിന് ട്രൂ ആണ്. അപ്പൊ ഇൻ പർട്ടിക്കുലർ y മൈനസ് y1 എന്ന വെക്ടറിനും അത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് പറയാം then f of y minus y1 is equal to inner product y minus y1 comma y. ഇതിലോട്ട് കൊടുക്കുന്നു. അതേപോലെ നമുക്ക് ഇതിലും കൊടുക്കാം. അതിൽ കൊടുക്കുമ്പോൾ എഫ് ഓഫ് വൈ മൈനസ് y1 is equal to inner product y minus y1 comma y1. അപ്പൊ ഈ രണ്ട് ഇന്നർ പ്രോഡക്റ്റുകൾ സെയിം ആവണം.
രണ്ടും എഫ് ഓഫ് y1 y മൈനസ് y1നോട് ഈക്വലാ. ഇത് രണ്ടിന്നും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് ഇന്നർ പ്രോഡക്റ്റ് y മൈനസ് y1 കോമ y ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് y മൈനസ് y1 കോമ y1. റൈറ്റ് സൈഡിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. y മൈനസ് y1 കോമ y മൈനസ് ഇന്നർ പ്രോഡക്റ്റ് y മൈനസ് y1 കോമ y1 ഈസ് ഈക്വൽ ടു 0. ഇന്നർ പ്രോഡക്റ്റിന്റെ സെക്കൻഡ് വേരിയബിളിലെ കോൺജുഗേറ്റ് ലിനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്നാക്കുന്നു. ഫസ്റ്റ് കമ്പോണന്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് ഒന്നാക്കാം. സെക്കൻഡ് കമ്പോണന്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് y മൈനസ് y1 കോമ ഇവിടെ y ആണ്, ഇവിടെ y1 ആണ്. സോ y മൈനസ് y1 ഈസ് ഈക്വൽ ടു 0. എങ്ങനെയാ കിട്ടിയത്? ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് എന്ന് കണ്ടാൽ നമുക്കതിനെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ മൈനസ് ഇസഡ് എന്ന് എഴുതാമല്ലോ. സെക്കൻഡ് കമ്പോണന്റിലെ കോൺജുഗേറ്റ് ലിനിയാരിറ്റി വെച്ചുകൊണ്ട് സെക്കൻഡ് വേരിയബിളിലെ അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് അതൊന്നാക്കി. ഇപ്പോൾ ഇത് ഏത് രൂപമാ? ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് ഈക്വൽ 0 എന്ന രൂപമാ. ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് ഈക്വൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ 0 എന്നാ. ഇവിടെ എക്സ് ആയിട്ട് നിൽക്കുന്നത് y മൈനസ് y1 ആണ്. സോ ഇന്നർ പ്രോഡക്റ്റ് y മൈനസ് y1 കോമ y മൈനസ് y1 ഈക്വൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് y മൈനസ് y1 ഈക്വൽ 0 എന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു y1. അപ്പോൾ ഈ പ്രോപ്പർട്ടിയോട് കൂടി ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച് ആകത്തക്ക രീതിയിൽ ഒരേ ഒരു y മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഹെൻസ് y ഈസ് യൂണിക് ആൻഡ് ഹെൻസ് ദ തിയറം.